നമ്മുടെ മക്കൾക്കില്ലേ പരീക്ഷയായപ്പോൾ പഠിക്കാൻ എന്താ ഉഷാറ് വെച്ചിട്ടാ ഒറ്റ ഒന്നും പഠിക്കുന്നില്ല, വെറുതെ സ്കൂളിലേക്ക് പോണത്. പണ്ടത്തെ പോലെ അല്ലേ, ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പം അതാ നമ്മളെ ഇപ്പം പോയിട്ടില്ലേ മാന്തൾ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല മാന്തൾ കണ്ട, വലിയ വലിയ മാന്തൾ. ഇത് ഇന്ന് വറുത്ത് വെച്ചാൽ നാളേക്കും കൂടി ഉണ്ടാവും കേട്ടോ. എനിക്ക് ഉണക്കമീൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഇല്ലേ ചോറിനുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ ചോറിനാൻ തോന്നും. നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും തോന്നാറുണ്ടോ? ഇവിടെ ചെമ്മീൻ ഉണ്ട് കേട്ടോ ഇരിക്കുന്നു, പക്ഷേ ചെമ്മീനേക്കാളും എനിക്കിഷ്ടം മാന്തളാണ്. ഈ ചെമ്മീൻ വേണ്ടവർക്ക് ചെമ്മീൻ വറുത്ത് കൊടുക്കുക അല്ലേ, അപ്പോൾ എനിക്കിഷ്ടമല്ലേ. കണ്ടോ ദാദാ, കണ്ടോ കണ്ടോ. ഇത് എന്താ എൻ്റെ അമ്മോനില്ലേ വറ്റിച്ച ഭയങ്കര ഇഷ്ടമാണേ. ഞാൻ പഴത്തിന് നേന്ത്രപ്പഴത്തിനില്ലേ 20 രൂപയ്ക്ക് 45-70 രൂപ ഉണ്ടായിരുന്നു നേന്ത്രപ്പഴം. പോയിട്ട് കിലോ 20 രൂപയായിക്കും കേട്ടോ. ഞങ്ങളൊന്ന് കടയ്ക്ക് പോയപ്പോ അവര് ഒരു യുദ്ധം നടക്കൊണ്ട് പഴത്തിനോട് വില പറഞ്ഞു, സ്വർണത്തിന് വില പറഞ്ഞു. ഒരു 10,000 ഉറുപ്പ്യ ഇട്ട് വേണം ഒരു 2 പവന്റെ മാല വാങ്ങാൻ. അത് ചിലപ്പോ നേന്ത്രപ്പഴത്തിനാവും കുറച്ച് എന്താ സ്വർണത്തിനല്ല, സ്വർണത്തിന് വില ഇല്ല സുകന്യെ. എന്നിട്ട് വേണം 2 പവന്റെ ഒരു താലിമാല വാങ്ങാൻ. 2 പവന്റെ ഒരു താലിമാല വാങ്ങാനാണ്. ഇത് ചോളപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് ചോളപ്പൊട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് ഏട്ടന് മാത്രം മതിയില്ലേ, കഴിഞ്ഞു. ഉണ്ടാക്കാൻ പറ്റും മാത്രം മതി, ആർക്കറിയാം. അയ്യോ അയ്യോ. അപ്പം നമ്മൾ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. രാത്രി ഫുഡടി അല്ലേ, ഫുഡടി. നമുക്കില്ലേ എല്ലാവരും ചെയ്യുമല്ലോ, തീറ്റ മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വിശേഷങ്ങൾ, നമ്മുടെ വീട്ടിലത്തെ സന്തോഷങ്ങളും ഈ ഒരുമിച്ചിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കലും ഇതൊക്കെ തന്നെയാണ്. അത് ചിലവർക്ക് അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയത് കണ്ടപ്പോൾ പ്രസി പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. ചിക്കൻ കറി കണ്ടപ്പോൾ പ്രസി കഴിക്കാൻ തോന്നിയിട്ടോ, നല്ല കളറ്, കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് എന്നുള്ളത്. ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിരുന്നു. ഞാൻ പക്ഷെ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലേ ചിക്കൻ കറിയുടെ, കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിക്കൻ്റെ ഒക്കെ ഒരുപാട് ഇട്ടുണ്ട് അറിയാം. അപ്പോൾ ഇനി ഞാനൊരു ചിക്കൻ കറി ഇന്നാളുണ്ടാക്കിയില്ലേ മല്ലിയിലയും പുതിനയിലേക്ക് അരച്ചിട്ടുള്ളത്, അതിനി ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. എന്താ പൊന്നു, നമുക്കൊരു വിരുന്ന് വിളിക്കാണ്ട്, കല്യാണം കഴിഞ്ഞ ഒരു കൂട്ടരെ വിരുന്ന് വിളിക്കാനുണ്ട്. അപ്പോൾ ഞാനത് കുറേ ദിവസമായിട്ട് വിളിക്കണം വിചാരിക്കുന്നുണ്ട്. ഇനി ആശുപത്രി കേസൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ വിളിക്കണ്ടേ? നല്ല കുഴിമന്തിയും കുറച്ച് ബീഫും കുറച്ച് ചിക്കനും. ഞാൻ ഇന്നാളെ വീഡിയോയിൽ പറഞ്ഞില്ലേ ചിക്കൻ ചില്ലിന്ന്. ചിക്കൻ ചില്ലി എന്ന് പറയുന്ന ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. നമ്മളപ്പോൾ കടയിൽ കഴിക്കുന്ന ചിക്കൻ ചില്ലിയിൽ എന്തിനാ ക്യാപ്സിക്കം? ചില ആൾക്കാർ പറഞ്ഞു ചിക്കൻ ഫ്രൈ ആണത്, ചിക്കൻ ചില്ലി അല്ല എന്ന്. അപ്പോൾ ഇത് രണ്ടും വേറെ വേറെ ആണോ? ചിക്കൻ ചില്ലി പറഞ്ഞാൽ ചിക്കൻ വറക്കാൻ തന്നെ ചിക്കൻ ചില്ലി പറയും. ഫ്രൈ പറഞ്ഞു കഴിഞ്ഞാൽ ചാറിലാണ് ഡ്രൈ ആയിട്ട്, അത് അതിന് ചില്ലി ഫ്രൈ പറയും. ഞാൻ ചിക്കൻ ചില്ലി അല്ലേ ഇന്നാളുണ്ടാക്കിയത്. എന്നിട്ട് അതിലിത് ചിക്കൻ ചില്ലി അല്ല പ്രസി, ഇത് ചിക്കൻ ഫ്രൈ അല്ലേ ചോദിച്ചു എൻ്റെ അടുത്ത്. അത് കറി കണ്ടിട്ടായിരിക്കും, അത് കറി വെച്ചിട്ടില്ല. ഞാൻ ചിക്കൻ ചില്ലി ഉണ്ടായിരുന്നു. ചിക്കൻ എങ്ങനെയാണ് ഫ്രൈ പറഞ്ഞാൽ നമ്മൾ കോൺഫ്ലവർ ഒന്നും ഇടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ഞാനപ്പോ വിചാരിച്ചു എവിടെങ്കിലും അങ്ങനെ ഉണ്ടോന്ന് നമുക്കറിയില്ല. ചിലവര് പറഞ്ഞു ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുള്ള സംഭവം അത്ര ചിക്കൻ ചില്ലി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കടയിലൊക്കെ പോയി ചിക്കൻ ചില്ലി ചോദിക്കുമ്പോൾ ചിക്കൻ ചില്ലി നമ്മുടെ പാലക്കാട്ടുകാർ ചില്ലി ഇങ്ങനെയാണ്. നമ്മൾ ഇനിയിപ്പോ ഓരോ സ്ഥലത്തുനിന്ന് കഴിച്ചു നമുക്കറിയില്ലല്ലോ. അപ്പൊ മുട്ടടിക്കേ മിറ്റടിക്കേ മുട്ടടിക്കാന്ന് വിചാരിച്ചു. ഇപ്പൊ എനിക്കറിയാം പൊടിയാക്കണ്ടോ, കുറച്ചല്ലേ നമ്മള് പൊടി ഉണ്ടായിരുന്നത്. ഇത് പുട്ടുപൊടി പോലെയാണ് കേട്ടോ. ഇത് പെരുകും. ഇതൊക്കെ നമ്മളെ ചെറുതാവണ സമയത്ത് ഇതും കൊണ്ടൊരു ഉപ്മാവ് ഉണ്ടായിരുന്നു. ഭഗവാന് എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ ഈ ഉപ്മാവ്. പക്ഷെ ഇപ്പൊ ആരും ആ ഉപ്മാവ് ഉണ്ടാക്കണേ ഇല്ല അല്ലേ. ഞാൻ നാളെ ഒരു ദിവസം ഉണ്ടാക്കിയില്ലേട്ടത്. ബുട്ടടിച്ചാൽ പൊക്കയും ബുട്ടടിച്ചത്രേ. അതാ
നാളെ കണ്ട കുഞ്ഞുണ്ണി എന്നെ പഠിപ്പിക്കാൻ നമ്മ ഗതികേടിലുണ്ടോ? പച്ചക്കറി എരിയാനുള്ള സമയം കിട്ടില്ല, എന്നെ പഠിപ്പിക്കാനുള്ള പറ്റില്ല. നിനക്കാണ് വേണ്ടേ ഇനി? അതല്ലാതെ പിടിച്ചടാ, പിടിച്ചടാ പൊന്നുണ്ണി, പാടിപ്പിച്ചതാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഏറ്റവും വലിയ പണി ഏതാണെന്നറിയോ? ഈ മക്കളെ മെരുക്കല്. എൻ്റെ അമ്മ ഓലെ സുബന്യെ, ഈ ആണുങ്ങൾക്കില്ലേ 2 ദിവസം ഇരുന്ന് കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ എന്താ പറയും, അയ്യോ ഡിയേ നിൻ്റെ പണിയൊന്നും ഒന്നല്ലാന്ന്. പക്ഷെ അത് പറയില്ല. എന്താ പറയത്? ഇപ്പോഴത്തെ അച്ഛന്മാരൊക്കെ കുട്ടികളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുളിപ്പിക്കുക, അവർക്ക് കഴിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യും. പണ്ടത്തെ അച്ഛന്മാരൊന്നും ചെയ്യില്ല. ഈ പണ്ടത്തെ അച്ഛന്മാരോടൊപ്പം അതൊക്കെ പറഞ്ഞ്, പണ്ടത്തെ അച്ഛന്മാരോട് പറഞ്ഞാൽ ഇവിടെ ഒരു പണ്ടുള്ള ഒരു അച്ഛനാണ്. ആ അച്ഛനടുത്ത് ആ അച്ഛനതിന് നോക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല കേട്ടോ. അച്ഛനൊക്കെ ഓടിയിക്കണു. കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കണ്ടേക്കണത് കിച്ചോട്ടൻ്റെ. അതാ ചൂല് നോക്കി നോക്ക്. അല്ലേ അനിയേട്ട ഏത് എന്താണ് എന്താ വായിക്കുക? അമ്മനമ്മന്നോ? എടോ ഹിന്ദി ഒന്നും എനിക്കറിയില്ലടാ. ഏട്ടാ ഹിന്ദി കൊണ്ടുവന്നത് എന്താണ്? ഹിന്ദി അറിയണവർക്ക് സംസ്കൃതം അറിയാമോ? അച്ഛേ സോനി ആർക്ക്? അമ്മൂനറിയല്ലോ. അമ്മൂനല്ല അച്ഛനറിയ. അച്ഛനാണ് സംസ്കൃതം അറിയാം. അച്ചുവാണ് നന്നായി മലയാളം മീഡിയം ആണല്ലേ. അച്ചുവാണ് എന്താ ട്യൂഷനും കാര്യങ്ങളും ഇല്ലെങ്കിൽ അവളുടെ കാര്യത്തിന് പഠിക്കുക അച്ചുവാണ് കേട്ടോ. അമ്മു എല്ലാറ്റിനും അമ്മു ജയിക്കും, ഒന്നിനും തോക്കൊന്നുമില്ല കേട്ടോ. പക്ഷെ അമ്മൂനെക്കാട്ടിലും ഒന്നും കൂടി ഒരു ഇത് ഉഷാറ് അച്ചൊട്ടിക്കാണേ. പക്ഷെ നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ അമ്മൂട്ടിക്ക് ഇപ്പം കിട്ടാട്ടോ, ഇപ്പം കിട്ടും. പെറുക്കട ഉള്ളി, ഇത് പെറുക്കട ഉള്ളി, പെറുക്കട ഉള്ളി. അതാ ചെറിയ ഉള്ളി വലിച്ചെറിയണ്. ഞാൻ നേരേക്ക് വെച്ചതാണേ. പെറുക്കട പറഞ്ഞിട്ട് തോന്നിരുന്നുണ്ടെന്താ പെറുക്കുന്ന പേടിയുണ്ട്. ഓക്കെ പെറുക്ക് പെറുക്ക്. അത് വലിച്ചെറിയും ചെയ്തിട്ട് പെറുക്ക്. ആ റൂമിൽ വരെ എത്തി. ആ റൂമിൽ വരെ എത്തിക്കുക. എന്താപ്പ കൊടുക്ക്. ഒറ്റ ഒന്ന് കളയരുത്. ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും. സുകന്യെ ചായ വേണ്ടേന്ന് സദേട്ട ചോദിക്കണോക്ക്. ഭീകര നല്ല ചോദ്യാണ് അല്ലേ? ഇതൊക്കെ തന്നെ ചോദിക്കണ്ട്. ബാ നീക്ക് പോന്ന കൈ കേട്. എന്താ ചോളത്തിന്റെ മണം. തിയേറ്ററിൽ പോയ മറ്റേ എന്തായാലും പറയാ ചോളാപ്പൊരി അതിന്റെ മണം വരുന്നുണ്ട്. ഇതില്ലേ ചൂടോടെ ഇളം ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഇവിടെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇത് അനിയേട്ടൻ വാങ്ങാറുണ്ട്. എന്നിട്ട് എന്ത് മനസ്സിലാവണം? അവൻ അങ്ങോട്ട് തന്നെ ഇരിക്കണം. എന്ത് മനസ്സിലാവണം? അവന്റെ നോട്ട തേങ്ങ ഇരിക്കാണ്. ഇതൊക്കെ ഷിമ്പിലാന്നാ പറഞ്ഞ്. കണ്ണിയാണ് ഇത്തിൽ കണ്ണി. പ്ലേയിങ് പാട്ട് പാടാൻ പ്ലേയിങ് അറിയാ. ഏതായിരുന്നു? ആ സിംഗിങ്. എന്നാ പൊന്നുല്ല കുഞ്ഞുണ്ണിയെ വേദം കുഞ്ഞുണ്ണിയെ എന്നാ അവനാണ് അറിയുന്നത്. പ്ലേയിങ്. അത് ഞാൻ മാറിപ്പോയി, സോറി. അങ്ങനെ പറ. റണ്ണിങ് തെറ്റിക്കാൻ വേണ്ടിട്ട് കേട്ടാ. വല്യമ്മക്കില്ലേ അതൊക്കെ അറിയാട്ടോ. എന്താ വായിക്ക എങ്ങനെയെങ്കിലൊക്കെ ചെയ്യും. പക്ഷെ അത്
പറയാൻ നമുക്കറിയില്ല. നമ്മളൊക്കെ മലയാളം മീഡിയം ആയതുകൊണ്ടുള്ള നല്ലൊരു ഗുണം അതാണ് കേട്ടോ. എന്ത് കിട്ടിയാലും ഇപ്പോൾ വാട്സപ്പിലൊക്കെ മെസ്സേജൊക്കെ ഇല്ലേ, മെസ്സേജൊക്കെ ഇംഗ്ലീഷിൽ വരുമ്പോൾ വായിക്കും. പക്ഷെ അതിന് തിരിച്ച് ഇംഗ്ലീഷിൽ റിപ്ലൈ കൊടുക്കാനുള്ള ഒരു അറിയുന്നില്ല അല്ലേ. ഞാനപ്പോൾ അധികം മലയാളത്തിൽ തന്നെ റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഏട്ടനാണ് അതിന് വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ എന്താ എല്ലാവരും കളിയാക്കും, ഇതുവരെ ഒറ്റയ്ക്ക് ബാങ്കിക്കോ കാര്യങ്ങൾക്കോ ഒന്നും പോയിട്ടില്ല കേട്ടോ. ഞാനൊക്കെ ഒറ്റയ്ക്ക് പോകേണ്ട കാര്യം വരുമ്പോലേ പോയിട്ടൊക്കെ ഉണ്ട്. KSFEക്ക് ലോൺ ശരിയാക്കാനൊക്കെ പോയിട്ടുണ്ട്. അതാ അവിടെ ബിസ്ക്കറ്റ് വെള്ളത്തിൽ കലക്കി ആദ്യം, എന്നിട്ട് അത് അവിടെ ഒഴിച്ചു, എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് അവിടെ ഒഴിച്ചു. കിട്ടിയില്ലേ കിട്ടിയില്ലേ ഇപ്പൊ കിട്ടിയില്ലേ? പോടി കൊണ്ടേത് ഓടി പെണ്ണെന്നൊക്കെ പറയുന്ന ഈ മീനിനെയും ശരിക്കും പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, ഇതിനും സ്രാവിനും. അതെന്താന്ന് എനിക്കറിയില്ല അല്ലേ. അതറിയണ്ടാണല്ലോ എന്താന്നറിയില്ല. ഏത് മീനിനേക്കാളിലും ടേസ്റ്റാണ്. പച്ചമീനല്ല കേട്ടോ, ഉണക്കമീൻ. അനക്ക് ഇഷ്ടം തല്ലല്ലോ. അനക്ക് ഇഷ്ടം തല്ലല്ലോ. എനിക്ക് ഇഷ്ടം മുള്ളൻ മീനാണേ. കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. ബീട്രൂട്ട് വെറുതെ ഉപ്പും ഉള്ളി ഇട്ടിട്ട് വേവിക്കുക, എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ എണുമ്പോൾ അവർ കഴിക്കലുണ്ട്. കടുകാവുമ്പോൾ കടുകൊക്കെ പൊറുക്കി കളയുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് എങ്ങനെയാ വെച്ചാൽ അങ്ങനെ തിന്നോട്ടെ അല്ലേ. അങ്ങനെ തിന്നോട്ടെ. മീൻ വറക്കണ നമ്മൾ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മീൻ എന്താ വറക്കുക, ചെറിയുള്ളി ചതച്ചിടുക. അപ്പം അല്ലേ ചുട്ടിട്ട് വയ്ക്കുക കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞിട്ടേ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അല്ലേ. നമ്മുടെ പണിയൊക്കെ ഒരുങ്ങിട്ടോ. അവിടെ പാത്രങ്ങളൊക്കെ കഴുകി വന്നു. ഇവിടേക്കൊന്ന് അടിച്ചോരിയിട്ട് നമ്മളിനി ഉറങ്ങാൻ പോവുകയാണേ. അപ്പോൾ എന്താ ഏട്ടൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ് കേട്ടോ. നാളെയാണ് സർജറി വരുന്നത്. ഈ വീഡിയോ വരുമ്പോഴേക്കും ചിലപ്പോൾ സർജറി കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും അല്ലേ. കഴിഞ്ഞിട്ട് സർജറിയും ഡിസ്ചാർജൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ടാവും കേട്ടോ. നമ്മളപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ വീഡിയോ എത്ര ദിവസം മുമ്പ് നേരത്തെ എടുത്ത് വെക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും എന്താ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ കാണാം.